പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യ സംഘർഷം വെറും 3 ദിവസം മാത്രം ആയിട്ടേ ഉള്ളൂ. പക്ഷേ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾ കൊണ്ട് തീരുമെന്ന് വിചാരിച്ച ആ ഒരു സംഘർഷം നീണ്ടുപോവുകയാണ്. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കേരളം, പ്രത്യേകിച്ച് മലബാർ, നമ്മുടെയൊക്കെ എല്ലാ സൗകര്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും കാരണം ഈ ഗൾഫ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇവിടെ നിന്ന് വരുന്ന സാമ്പത്തികത്തിൻ്റെ ഒരു വലിയ പങ്ക് കൊണ്ടാണ് നമ്മൾ നാട്ടിൽ ഇപ്പം അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും കാരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി വരാൻ പോവുകയാണ്. താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്ന ആർഭാടങ്ങളൊക്കെ ഒന്ന് കുറക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ആ രീതിയിലാണ് പോക്ക്. ഈ ഇഫ്താർ പാർട്ടി, അതേപോലെ പെരുന്നാളിൻ്റെയൊക്കെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. 1 മാസമെങ്ങാനും ഇത് തുടർന്നു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത് പോകും. 3 ദിവസങ്ങൾ കൊണ്ട് ഞാൻ ചുരുങ്ങിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടത്തേക്ക് ഈ വ്യാപാരത്തിൻ്റെയും അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കാരണം നമ്മൾക്ക് പ്രാഥമികമായിട്ട് ഭക്ഷണത്തിന് തന്നെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റും. 9 ഉറുപ്പ്യക്കും 10 കൊടുക്കുന്ന, ഞാൻ ഉറുപ്പ്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗൾഫ് രാജ്യത്തിൻ്റെ പൈസയെ കുറിച്ചിട്ടാണ്, ഉറുപ്പ്യ അല്ല, എന്നാലും പറയാം. അത് ഇന്ന് 50-55 ആയിട്ടുണ്ട്. ഉള്ളി വെറും 29-നും 35-നൊക്കെ കിട്ടുന്നത് 100-ന്റെ മുകളിലായിട്ടുണ്ട്. 18 ലിറ്ററിൻ്റെ ഓയിലിന് 76-77 ഉള്ളത് 100-ന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ചിക്കന് 76-നും 80-നൊക്കെ കിട്ടുന്നത് 110-120 ആയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും, പച്ചക്കറി ആയാലും അരിക്കായാലും ചിക്കനായാലും നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും വില കൂടും. അതോടെ ഇവിടുത്തെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ തകിടം മറിയും. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുക, പിന്നെ പ്രാർത്ഥിക്കുക. ഈ രാജ്യത്ത് ഞങ്ങൾക്കൊക്കെ വലിയ സേഫ്റ്റി ഉണ്ട്, ഒരു പ്രയാസവും ആ കാര്യത്തിൽ ഇല്ല. ഇനി ദൈവത്തിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പ്രാർത്ഥിക്കുക. ഈ രാജ്യവും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും എല്ലാം പഴയതുപോലെ നിലനിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനമുരുകി എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്.